ഒരു കാലത്ത് ട്രെയിൻ ഓടിയിരുന്ന പാലക്കാട് പൊള്ളാച്ചി റൂട്ടാണിത്. റെയിൽവേ ബജറ്റിനെ കുറിച്ച് പറയുമ്പോൾ നിരവധി ആവശ്യങ്ങളാണ് പാലക്കാട്ടുകാർക്ക് പറയാനുള്ളത്. റെയിൽവേ വികസനത്തിൽ കേരളത്തിനു തന്നെ വലിയ പ്രതീക്ഷയാണ് കോച്ച് ഫാക്ടറി. എന്നാൽ ഇത് നടപ്പാകുമെന്ന വിശ്വാസമില്ലെന്ന് ജില്ലയിലെ എംപിമാർ തന്നെ പറയുന്നു. പാലക്കാട് കോച്ച് ഫാക്ടറി എവിടെയും എത്താത്ത സ്ഥിതിയാണുള്ളത്. 3 പതിറ്റാണ്ട് മുമ്പ് കേരളത്തോട് കാണിക്കാൻ തുടങ്ങിയിട്ടുള്ള വഞ്ചന ഇപ്പോഴും തുടരുകയാണ്. 1000 കോടിയുടെ പദ്ധതിയായി ടൗൺഷിപ്പോട് കൂടി കോച്ച് ഫാക്ടറി വരുമെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് 500 കോടിയായി ചുരുങ്ങി. ഭൂമിയുടെ അളവും പകുതിയിലധികമായി ചുരുക്കി. റെയിൽവേക്കൊപ്പം സെയിലും ഫാക്ടറിയുടെ നിർമ്മാണത്തിൽ പങ്കാളിയാവാൻ തയ്യാറായതാണ്. എന്നാൽ ആഗോള ടെൻഡർ വിളിച്ച കേന്ദ്ര സർക്കാർ ഇപ്പോഴും പങ്കാളിയെക്കുറിച്ച് കൃത്യമായി ഒന്നും പറയുന്നില്ല. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്കൊപ്പം പ്രഖ്യാപിച്ച റായ്ബറേലിയിലെ കോച്ച് ഫാക്ടറിയിൽ നിന്നും നിർമ്മിക്കുന്ന കോച്ചുകൾ പാളത്തിലൂടെ ഓടാനും തുടങ്ങി. പാലക്കാട് റെയിൽവേ ഡിവിഷൻ നഷ്ടപ്പെടുമെന്ന ഭീഷണി കുറച്ചു കാലമായി ഉള്ളതാണ്. പാലക്കാട് പൊള്ളാച്ചി മീറ്റർ ഗേജിലെ സർവീസ് അവസാനിപ്പിക്കുന്നത് 2008 ഡിസംബർ 10-നാണ്. 1.5 വർഷത്തിനകം പാത ഇരട്ടിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 5 വർഷം കഴിഞ്ഞിട്ടും പണികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. ക്യാമറാമാൻ ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.